അങ്ങനെ ഞാനും ട്രൈ ചെയ്തു മുടിയിൽ കേളിംഗ് ക്രീം ഇട്ടോ. അതപ്പം എന്റെ മുടി ഇങ്ങനെയാണ് നിൽക്കുന്നത്. പക്ഷെ 2 ദിവസം കഴിഞ്ഞപ്പോൾ അതിന്റെ അവസ്ഥ എങ്ങനെയാണ്? അത് അത്ര എളുപ്പമുള്ള പരിപാടിയില്ലെന്ന് എനിക്ക് ഇപ്പോഴാണ് കത്തുന്നത്. ഇറ്റലിയിലെ സ്റ്റുഡന്റ് ലൈഫ് എങ്ങനെയാണ്? അവിടെ എക്കണോമിക് സ്ട്രക്ചർ എങ്ങനെയാണ്? സ്റ്റുഡന്റ് ഫ്രണ്ട്ലി എൻവയോൺമെന്റ് ആണോ എന്നുള്ള ചോദ്യങ്ങൾക്ക് എനിക്ക് ഒരേ ഒരു ഉത്തരേ ഉള്ളൂ കുട്ടികളെ. എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഇടയ്ക്ക് എനിക്ക് ഡിപ്രഷൻ അടിച്ച് പ്രാന്താവുമ്പോൾ ഞാൻ ഇങ്ങനെ കുറച്ച് പൈസ കൊടുത്ത് ഫുഡ് മേടിച്ച് കഴിക്കും. ചിലർ കുക്ക് ചെയ്യും. എനിക്ക് അതിനുള്ള കഴിവില്ലാത്തതുകൊണ്ട് നമ്മളിതാ ഇപ്പോൾ പോകുന്നത് ഇവിടുത്തെ ഒരു റാമൻ സ്പോട്ടിലേക്കാണ്. ഞാൻ സൗത്ത് ഇറ്റലിയിലുള്ള മെസ്സീനകളാണ് കേട്ടോ. ഇവിടെ സത്യം പറഞ്ഞാൽ എനിക്ക് പാർട്ട് ടൈം ഒന്നും കിട്ടിയിട്ടില്ല ഇതുവരെ, ബിക്കോസ് ഓഫ് ദ ലാംഗ്വേജ് ബാരിയർ. ഇംഗ്ലീഷ് അല്ല, നമുക്ക് ഇറ്റാലിയൻ അറിയണം ഇവിടെ പണിയെടുക്കാനായിട്ട്. അപ്പൊ കയ്യിലെ പൈസ തീരുമ്പോൾ ഞാൻ നോർത്തിലേക്ക് പോകും പാർട്ട് ടൈമിന്. പക്ഷെ സ്കോളർഷിപ്പ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ ജീവിച്ചു പോകണം. ബാച്ചിലേഴ്സിനും മാസ്റ്റേഴ്സിനും എല്ലാം ഇവിടെ പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ സ്കോളർഷിപ്പ് അവൈലബിൾ ആണ്. ഞാനിവിടെ മാസ്റ്റേഴ്സ് ആണ് ചെയ്യുന്നത്. മാസ്റ്റേഴ്സ് 2 വർഷമേ ഉള്ളൂ. എങ്കിൽ പോലും സ്കോളർഷിപ്പ് 2.5 വർഷം പ്രൊവൈഡ് ചെയ്യും അവര്. അതിൽ ഫുഡും അക്കോമഡേഷനും ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. പണ്ട് എപ്പോഴും തായ്ലൻഡ് പോയപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് രാമൻ ട്രൈ ചെയ്യണം. ആനിമേ ഫാൻസ് ആയിട്ടുള്ള ഒരു പറ്റം കുട്ടികളുടെ ആഗ്രഹത്തിന് വഴങ്ങുകയായിരുന്നു. സോ വൺസ് വൈൽ നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നല്ല പ്രസന്റബിൾ ആയിട്ട് പുറത്തുപോയി ട്രീറ്റ് യുവർ സെൽഫ് എ ഗുഡ് മീൽ ബ്രോ. നല്ല ചീപ്പും ഒരുപാട് വെറൈറ്റീസിലുള്ള ക്രോസും അഥവാ കുറഞ്ഞത്തോ ഇവിടെ അടുത്ത് എവിടെ കിട്ടുന്ന പിള്ളേർ പറഞ്ഞിട്ടുണ്ട്. അടുത്ത നമുക്ക് അവിടെ പോകും. അപ്പം സീനത ബൈ.